ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തിയത്. വലിയതറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തിന് സതീഷിനെ കൈമാറി. ദുബായ് കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുല്യയുടേത് തൂങ്ങിമരണമാണെന്നാണ് കണ്ടെത്തൽ. ഒപ്പം ദുബായ് പോലീസിന്റെ അന്വേഷണത്തിൽ സതീഷ് കുറ്റക്കാരനല്ലെന്നും പറയുന്നുണ്ട്. അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്തിയിരുന്നെങ്കിൽ സതീഷിനെ അറസ്റ്റ് ചെയ്തതിനെന്നും ദുബായ് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഈ നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഇടക്കാല ജാമ്യ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അതുല്യയുടെ കുടുംബം. എൻ്റെ മകളുടെ കൊലപാതകത്തിന് അവന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ സമൂഹത്തിലെ ഓരോ സ്ത്രീകൾക്കുണ്ടാവുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്കും ഉള്ളൊരു മാതൃകാപരമായ ശിക്ഷ അവന് കിട്ടണം. തെളിവായി സമർപ്പിച്ച ഫോട്ടോയും വീഡിയോയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. ഇടക്കാല ഉത്തരവ് വന്ന് 10 ദിവസത്തിനകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇക്കഴിഞ്ഞ ജൂലൈ 19 ഷാർജയിലെ ഫ്ളാറ്റിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായ് പോലീസിന്റെ കണ്ടെത്തലുകൾക്കപ്പുറം മറ്റെന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാനാകും എന്ന അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. അന്വേഷണത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകും വരെ ഇടക്കാല ജാമ്യ ഉത്തരവ് നിലനിൽക്കുമെന്നാണ് കോടതി ഉത്തരവിലുള്ളത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.